ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മുടെ ഇടുക്കിയിലേക്കാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ മൂന്നാർ, വാഗമൺ ഇങ്ങനത്തെ ഒരു സെയിം റൂട്ടിലേക്ക് തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കാൽവരി മൗണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അങ്ങോട്ടേക്കുള്ള പോക്കാണ്. ഞങ്ങൾ ബൈക്കിനാണ് ഈ പ്രാവശ്യം പോകുന്നത്. കുറേ നാളായി ബൈക്കിലൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്തിട്ട്. എനിക്ക് അത്യാവശ്യം ബൈക്കിൽ ട്രാവൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടിയൊക്കെ ആയിട്ട് പോകാൻ ഇച്ചിരി നല്ല പാടാണ്. പോണ വഴിക്ക് ഞങ്ങൾ ദുൽഖറിനെ കണ്ടു. ദുൽഖറിൻ്റെ കാറാണ് കാണുന്നത്. രാവിലെ തന്നെ നമ്മുടെ വൈറ്റില അവിടെ വെച്ചിട്ടാണ് ദുൽഖറിനെ കണ്ടത്. അയ്യോ, നല്ലൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു ആ കണ്ടത്. എനിക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കത് നല്ല അടിപൊളി എന്നൊക്കെ തോന്നിപ്പോവും. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പറയാൻ വാക്കുകളും കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആ വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടിട്ട്. എന്തോ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെയാണ് എനിക്കതിൽ കിട്ടിയത്. പിന്നെ ഈ ട്രിപ്പിൽ എൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാറിനാണ് വന്നത്, നമ്മളപ്പോൾ ബൈക്കിനാണ്. അപ്പോൾ കൊച്ചിനെ നമ്മളെന്തായാലും കാറിലേക്ക് കയറ്റാമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. കാരണം എല്ലാവർക്കും കൂടി ഇരിക്കാൻ നല്ല പാടായിരുന്നു. അതുപോലെ ബാഗും എല്ലാം കൂടെ ഉണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് മൂവാറ്റുപുഴ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചത്. അവരെടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് വിശന്നപ്പോൾ ഞങ്ങൾ ചായക്കടയിലൊക്കെ കയറി പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. എല്ലാ പ്രാവശ്യവും നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാറുണ്ട്. ഈ പ്രാവശ്യം നമ്മളൊരു 7:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് തന്നെ. അങ്ങനെ മൂവാറ്റുപുഴ എത്തിയപ്പോഴേക്കും ഒരു 9:30 ആയി. അപ്പോൾ ആ സമയമായപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ബ്രേക്ക് എടുത്ത് കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവരുടെ മൂവാറ്റുപുഴ ജംഗ്ഷനിൽ പിന്നെ നമ്മളെയും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ രാവിലത്തേക്ക് കഴിച്ചത് ബ്രെഡും ചിക്കൻ കറിയുമായിരുന്നു. പിന്നെ കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങിയതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം അത്രയും സമയം ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ അങ്ങ് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴും രാവിലെ തന്നെ പോകുന്നതായിരിക്കും. കുറച്ച് വെയിലൊക്കെ എത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ചെങ്കിലും അധികം കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയതൊരു ജാനുവരി റിപ്പബ്ലിക് ഡേ ആ സമയത്തിനായിരുന്നു. ശനി ഞായർ അവധി കൊള്ളിച്ചിട്ടാണ്, ഞായറും തിങ്കളും അവധി കൊള്ളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ ഉണ്ടാവുമെന്ന് നന്നായിട്ട് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, വലിയ ബ്ലോക്കുകളൊന്നും എവിടെയും കിട്ടിയില്ല. ചിലപ്പോൾ അത്രയും ലേറ്റായിട്ട് ഇറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ റൂട്ട് ഈ പ്രാവശ്യം വേറെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എവിടെയും ബ്ലോക്ക് കാര്യമായിട്ട് തന്നെ ഉണ്ടായില്ല. അങ്ങനെ അവർ മൂവാറ്റുപുഴയിൽ എവിടെയോ വണ്ടി പാർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് തിരിഞ്ഞു. അങ്ങനെ അപ്പനവിടെ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് നിന്നു. ആ ജംഗ്ഷനിൽ തന്നെയായിരുന്നു ഒരു ചെറിയൊരു ഗ്രൗണ്ടല്ല, കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ വണ്ടിയിൽ തന്നെ എല്ലാം കൈ കഴുകാനും ഉള്ള എല്ലാം ആയി. നമ്മൾ തന്നെയാണ് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൊച്ചിനെ ആ വണ്ടിയിലും കയറ്റി. പിന്നെ നമ്മൾ നമ്മുടെ യാത്രയിലേക്ക് തുടങ്ങി. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ മലങ്കര ഡാമിൻ്റെയൊക്കെ ഒരു വഴി കണ്ടു. അപ്പോൾ ജസ്റ്റ് എന്തായാലും ബൈക്കും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ആ വഴിയൊക്കെ ഒന്ന് കയറി പോകാം, കാണാൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ആ റൂട്ടും കൂടെ ഞങ്ങളൊന്ന് പിടിച്ചു. ആ കാറ്റത്ത് കാണുന്നതാണ് കേട്ടോ ആ ഡാം, മലങ്കര ഡാം. കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് ആ വഴിയൊക്കെ പോകാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ നോക്കി. പക്ഷെ അങ്ങോട്ടൊന്നും കയറാനുള്ള ഓപ്ഷനോ അങ്ങനെയൊന്നും കണ്ടില്ല. ഇതാണ് ആ ഡാം, ചെറിയൊരു ഡാമാണ്.
പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ആ വഴിയൊക്കെ എങ്ങനെയൊക്കെ എത്താൻ പറ്റുമെന്ന് കണ്ടു. കുറേ അങ്ങോട്ട് ഓടിച്ചു പോയി. ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്, ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള റോഡാണ്. പിന്നെ ഈ ബൈക്കിന് അങ്ങനെ പോണത് എൻ്റെ ഹസ്ബൻഡിന് അങ്ങനത്തെ റോഡുകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അധികം ആ വഴി കൂടെ പോയി. പക്ഷേ നമ്മൾ തിരിച്ചും ആ ഒരു മൂവാറ്റുപുഴയൊക്കെ തന്നെ എത്തുന്ന രീതിയിലാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചെന്തായാലും മെയിൻ റോഡ് വന്നു, പിന്നെ പഴയ വഴി തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ നമ്മൾ മലങ്കര ഡാമൊക്കെ പോയി അങ്ങനെ കുറച്ച് കറക്കം വഴിയൊക്കെ തെറ്റി അങ്ങനെ പോയതുകൊണ്ട് അറ്റയും കാറ് നമ്മുടെ ഫ്രണ്ടിൽ കയറി. അവർ നമ്മുടെ ബാക്കിലായിരുന്നു. ഇപ്പം നമ്മൾ അവരുടെ പുറകിലായി. അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് കണ്ടപ്പോൾ നമുക്ക് ഇലവീഴാപ്പൂഞ്ചിറ പോയാലോ എന്നുള്ളൊരു പ്ലാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടി ഒതുക്കി. അങ്ങനെ അവിടെ നിന്ന് ഇലവീഴാപ്പൂഞ്ചിറയിലേക്കുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിക്ക് എന്തായാലും കുറച്ച് വളവും തിരിവായതുകൊണ്ട് കാറൊക്കെ എന്തായാലും എത്തണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇലവീഴാപ്പൂഞ്ചിറയിൽ കാണാൻ വന്നേക്കാണ്. ഒരു ഭാവി വ്ളോഗറെയാണ് ആ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇലവീഴാപ്പൂഞ്ചിറ പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് നടന്നു പോകാൻ ഞങ്ങളെത്തിയ സമയം ഒരു 12-11:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് നടന്നു പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ജീപ്പ് എടുത്തു. 1000 രൂപയാണ് ജീപ്പിന്. എത്ര പേര് കയറിയാലും മാക്സിമം എനിക്ക് തോന്നുന്നു 8-9 പേര് വരെ കയറും. എത്ര പേര് കയറിയാലും 1000 രൂപയാണ് ഒരു ജീപ്പിന്. അങ്ങനെ നമ്മൾ ജീപ്പിന് പോയത്. പിന്നെ അവർ വേറെ 4 സ്പോട്ടുകളും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് എന്തായാലും ഇലവീഴാപ്പൂഞ്ചിറ ആ ടോപ്പാണ്. അവിടെയും ഒരു പകുതി വരെ ജീപ്പ് പോകുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നടക്കണം. ഏറ്റവും പൊക്കത്തെ മലയിലേക്ക് നടക്കണം. ഞങ്ങൾ പിന്നെ അവിടെ വരെ ഇറങ്ങിയുള്ളൂ, അങ്ങോട്ടേക്ക് നടന്നില്ല. ഹസ്ബൻഡും ചേട്ടനും പിന്നെ എൻ്റെ അപ്പനുമാണ് അങ്ങോട്ടേക്ക് നടന്നു പോയത്. അപ്പോൾ ഇവിടെ വരെ നമ്മുടെ ജീപ്പ് നിർത്തുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ പൊക്കത്തെ മലയിലേക്ക് നമ്മൾ നടന്നു പോകണം.
പിന്നെ അന്നൊരു അവധി ദിവസവും കൂടെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തിരക്കുകളുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കയ്യിൽ തൊപ്പിയോ കുടയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുട എടുത്തിട്ടും കാര്യമില്ല, നല്ല കാറ്റായിരുന്നു അവിടെ. പിന്നെ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല, നല്ല രസമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ കാണാൻ. കാറ്റെന്ന് പറഞ്ഞാൽ അപാര കാറ്റുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് നോക്കി താഴേക്ക് ഇങ്ങനെ കാണാൻ. പിന്നെ അങ്ങോട്ടേക്ക് പൊക്കത്തേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് താഴേക്കൊക്കെ തടാകം എന്തൊക്കെയോ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ അങ്ങോട്ടേക്ക് നടന്നില്ല, ഇവർ രണ്ടുപേരും പിന്നെ കൂടെ എൻ്റെ അപ്പനുമാണ് പോയത്. അപ്പൻ്റെ ആ പൊക്കത്തേക്ക് ആദ്യമേ നടന്ന് നീങ്ങി. പിന്നെ അപ്പൻ ആ ഒരു ഫസ്റ്റത്തെ 2 ടവർ വരെ അങ്ങോട്ട് പോയുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് പോയില്ലെന്നാണ് പറഞ്ഞത്. ഇവരറ്റം വരെ പോയിട്ട് വന്നു. നല്ല രസമായിരുന്നു പൊക്കത്തുനിന്ന് കാണാനെന്നൊക്കെ പറയണ്ടായി. എനിക്ക് പിന്നെ നടക്കാനും മടിയാണ്. ഞാൻ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ വാലായിട്ട് എൻ്റെ കൊച്ചും വരും. അതുകൊണ്ട് പിന്നെ തിരിച്ചും അവരെയൊക്കെ പിടിച്ച് ഇറങ്ങാനൊക്കെ പാടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകാഞ്ഞത്. പക്ഷേ പിന്നീട് എനിക്ക് അങ്ങോട്ടേക്ക് പോയാൽ നല്ലതായിരുന്നു എന്ന് തോന്നിപ്പോയി. കാഴ്ചകളൊക്കെ അത്രയും നല്ല മനോഹരമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ അടുത്ത സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയത്. ഇത് നമ്മുടെ അടുത്ത സ്പോട്ടാണ്. ഇവിടുന്ന് താഴേക്ക് കാണുന്നതാണ് ആ ഒരു തടാകം. അങ്ങോട്ടേക്കൊരു ഇല പോലും വീഴില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള പേരായത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ 3ാമത്തെ സ്പോട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഗുഹയായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ തിരിച്ച് നമ്മൾ മതിയായി, അത്യാവശ്യം മതിയായി. ഈ വണ്ടിയിൽ നല്ല കുലുക്കവും എല്ലാം കൂടി ആയിട്ട് മതിയായി. കൊച്ചുങ്ങളും 2 പേരുണ്ട്. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് മതിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം മതി, ഇനി അധികം എവിടെയും പോവണ്ടെന്ന് പറഞ്ഞു. പിന്നെ പോണ വഴിക്ക് തന്നെ ഒരു സ്പോട്ടും കൂടെ ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെയും കൂടെ പോയി. ഇത് നമ്മുടെ 4ാമത്തെ സ്പോട്ടായിരുന്നു. ഇതൊരു തടാകം, ഇതാണെന്ന് തോന്നുന്നു നമ്മളെ പൊക്കത്തുനിന്ന് കണ്ട തടാകം ആണോന്ന് ഉറപ്പില്ല. ഇത് ചുറ്റും മരങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരില പോലും ആ വെള്ളത്തിലേക്ക് വീഴൂല എന്നാണ് പറഞ്ഞത്. ഇതൊരു കുടിവെള്ളവും കൂടിയാണ്. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനോ കൈ കഴുകാനോ കാല് കഴുകാനോ ഒന്നും പാടില്ല. ഇതൊരു കുടിവെള്ളമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പോണ വഴിക്ക് വേറെ ഹോട്ടലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കള്ള് ഷാപ്പിൽ നിന്നാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. എല്ലാവരുടെയും ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ടയേർഡുമാണ്. പിന്നെ നല്ല വിശപ്പും കൂടെ ഉണ്ടായിരുന്നു. 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 2:30 ആ സമയമൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അവിടെ ആകെ പൊറോട്ടയും ചപ്പാത്തിയും മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മളപ്പോൾ പൊറോട്ടയാണ് പറഞ്ഞത്. പിന്നെ കപ്പയും മീനും ഉണ്ടായിരുന്നു. കപ്പയൊന്നും എനിക്കത്ര ഇഷ്ടമായില്ല, അവിടുത്തെ അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല. പിന്നെ ബീഫും പോർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ നല്ല ടേസ്റ്റായിരുന്നു പോർക്ക്. മീൻകറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും പോട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കാറിലാണ് വന്നത്. കാറിലത്തെ യാത്രയാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് ബൈക്കിൽ കയറി. അത് കാറിൽ കയറണം എന്ന് കൊച്ചിന് ഭയങ്കര വാശിയായപ്പോൾ പിന്നെ കാറിലാണ് കയറിയത്. അത് കഴിഞ്ഞ് അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ബൈക്കിൽ കയറി. പിന്നെ ആ കാണുന്നതാണ് കുളമാവ് ഡാം. അപ്പോൾ ഇവിടെ പാലത്തിൽ നിർത്താനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല എന്ന് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിർത്തിയൊന്നുമില്ല. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നോക്കാനും അങ്ങോട്ടേക്ക് നടക്കാനും ഞങ്ങളത്ര താല്പര്യം കാണിച്ചില്ല. ഇതാണ് കുളമാവ് ഡാം.
ഇവിടെ നിന്ന് അങ്ങ് സ്ട്രെയിറ്റ് കാണുന്ന ആ എൻട്രൻസ് ആണ് ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴി. പിന്നെ ഇടുക്കി ഡാമിലേക്ക് അവിടെ എൻട്രൻസ് ഒരു സ്ഥലത്തും എക്സിറ്റ് ഒരു സ്ഥലത്തുമാണ്. അപ്പോൾ നമ്മൾ വണ്ടി വെക്കുന്ന സ്ഥലത്തായിരിക്കില്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് പോയി നോക്കിയെന്നുള്ളൂ കാണാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ അവിടെ എന്തോ പാർക്കുണ്ട്, ഹിൽ പാർക്ക്. പിന്നെ ആ വഴി കൂടെ ജസ്റ്റ് ഞങ്ങൾ അങ്ങനെയാണെന്ന് എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി നോക്കിയായിരുന്നു. അവിടെ നിന്ന് അങ്ങ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആ വഴി എൻട്രി കഴിഞ്ഞു എന്നാണ് കാണിച്ചത്. പിന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന അതൊക്കെ ഇടുക്കി ഡാമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി തിരിച്ച് മെയിൻ റോഡിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് കുറേ ആൾക്കാർ ഒരു പൊക്കത്തേക്ക് അവിടെ ഹിൽ വ്യൂ പാർക്ക് എന്നൊക്കെ ആരോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്കും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് കണ്ടില്ല. പോണ വഴിക്ക് ജസ്റ്റ് കണ്ടതൊരു ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ഇതായിരുന്നു ആ വഴി. പിന്നെ ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ സ്ഥലമായിരുന്നു നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാലത്തിൻ്റെ മീതെ കൂടെയൊക്കെ വെള്ളം പോയതില്ലേ, ആ സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. ഞങ്ങൾ കാൽവരി മൗണ്ടിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗോവിങ് സഹാറ എന്ന് പറഞ്ഞൊരു ഒരു വീട് പോലത്തെ, അവിടെ കുറേ ടൈപ്പ് ഹൗസുകളുണ്ട്. മഡ് ഹൗസ്, എ ഫ്രെയിം, ക്യാബിൻ, മറ്റേ ഗ്ലാസ് ഹൗസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രോപ്പർട്ടി എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 4:30-5 മണി അടുത്താവാനായി. 3 മണിക്കോ 2-3 മണിക്ക് എന്തോ ആയിരുന്നു ചെക്ക് ഇൻ ടൈം. നമ്മളെത്തിയപ്പോഴേക്കും 4-5 മണിയൊക്കെ ആയിരുന്നു. എല്ലാവരുടെയും ഫേസും നല്ല ടയേർഡും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഊഞ്ഞാലും ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഊഞ്ഞാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ആ പ്രോപ്പർട്ടി കാണാനാണെങ്കിലും നല്ല രസമായിരുന്നു. ആ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിൽ കാണിക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത്തായി. ബാക്കി റൂമും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇതുവരെയായിട്ടും കാണാത്തവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത പാർട്ട് കാണുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.